ചാനൽ ചർച്ചയിലെ വിദ്വേഷ പരാമർശത്തിന് പുറകെയാണ് അടുത്ത പരാമർശം വന്നിരിക്കുന്നത്. അപ്പോൾ എന്താ ഇത് പറയാനുള്ളത്? ഇതിൽ ഞങ്ങൾക്ക് പറയാനുള്ള PC ജോർജ് ചാനൽ ചർച്ചയിൽ വിദ്വേഷ പരാമർശം നടത്തിയ കേസിൽ റിമാൻഡിൽ പോയ വ്യക്തിയാണ്. അതിന് കർശന ഉപാധികളോട് കോടതി ജാമ്യം അനുവദിച്ചു. ഇത്രയും ദിവസമായതേ ഉള്ളൂ PC ജോർജ് വീണ്ടും യാതൊരു അടിസ്ഥാനവുമില്ലാത്ത വിദ്വേഷ പരാമർശങ്ങളുമായിട്ട് രംഗത്ത് വന്നിരിക്കുകയാണ്. ഇന്നലെ ലാലംപള്ളിയിൽ നടന്ന KCBCയുടെ ഒരു ലഹരി വിരുദ്ധ പരിപാടിയിൽ ആ പരിപാടിയുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത വിഷയത്തെക്കുറിച്ചാണ് PC ജോർജ് ആ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചിരിക്കുന്നത്. കാരണം ലവ് ജിഹാദ് എന്ന് പറയുന്ന സംഭവം ഈ രാജ്യത്തെ പരമോന്നത നീതിപീഠം പോലും തള്ളിക്കളഞ്ഞൊരു വാദമാണ്. ആ വാദത്തെ പിടിച്ചുകൊണ്ട് ഒരു സമുദായത്തെ മുഴുവൻ പ്രതിക്കൂട്ടിലാക്കാൻ, ആ സമുദായത്തോടും മറ്റു സമുദായക്കാർക്ക് വിദ്വേഷമുണ്ടാകുന്ന രീതിയിലുള്ള പരാമർശങ്ങൾ PC ജോർജ് തുടർച്ചയായി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ലവ് ജിഹാദിൻ്റെ വിഷയം വരികയാണെങ്കിൽ PC ജോർജ് ആദ്യം PC ജോർജിൻ്റെ വീട്ടിൽ നിന്ന് വേണം ഇതിനെതിരെയുള്ള നടപടികൾ തുടങ്ങാൻ. കാരണം PC ജോർജിൻ്റെ മകൻ വിവാഹം കഴിച്ചിരിക്കുന്നത് നമ്മുടെ പ്രശസ്ത സിനിമാ താരം ജഗദീഷ് ശ്രീകുമാറിൻ്റെ മകളെയാണ്. ആ ജഗദീഷ് ശ്രീകുമാറിൻ്റെ മകളെ മതം മാറ്റി പാർവതി എന്ന പേര് മാറ്റി അൽഫോൺസ എന്ന പേരാക്കിയാണ് ഷോൺ ജോർജ് വിവാഹം കഴിച്ചിരിക്കുന്നത്. അത് ലവ് ജിഹാദല്ലേ? PC ജോർജ് ഇത്തരം പരാമർശങ്ങൾ നടത്തുന്നതിൽ യാതൊരു അടിസ്ഥാനവുമില്ല. PC ജോർജ് ഈരാറ്റുപേട്ടയിലെ ജനങ്ങളെ മാത്രമല്ല ഈ രാജ്യത്തെ മുസ്ലിമീങ്ങളെ മുഴുവൻ പ്രതിക്കൂട്ടിലാക്കുക, അവരെ മുഴുവൻ അപമാനിക്കുക, അവർക്ക് മറ്റ് മതസ്ഥർക്ക് മുസ്ലിം സമുദായത്തിലുള്ളവരോട് വിദ്വേഷം ജനിപ്പിക്കുക എന്ന രീതിയിലുള്ള ലക്ഷ്യം വെച്ചുകൊണ്ടാണ് PC ജോർജ് ഇത്തരം പരാമർശങ്ങൾ തുടർച്ചയായി നടത്തിക്കൊണ്ടിരിക്കുന്നത്. യാതൊരു അടിസ്ഥാനവുമില്ലാത്ത ആരോപണങ്ങൾ. ഇപ്പം കഴിഞ്ഞ ദിവസം ഈരാറ്റുപേട്ടയിൽ നിന്ന് ഒരു സ്ഫോടക വസ്തുക്കൾ കിട്ടിയ സ്ഫോടക വസ്തുക്കൾ എന്ന് പറഞ്ഞാൽ പാറമടയിൽ പാറ പൊട്ടിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ജലാറ്റിൻ സ്റ്റിക്കുകളൊക്കെയാണ് പിടിച്ചെടുത്തത്. അത് ലൈസൻസ് ഇല്ലാതെ കച്ചവടം ചെയ്തവരാണ് അവരെ പിടിച്ചെടുത്തു. അതിൽ PC ജോർജ് പറഞ്ഞിരിക്കുന്നത് അത് കേരളം മുഴുവൻ കത്തിക്കാനുള്ള സ്ഫോടക വസ്തുക്കളുണ്ട്, അത് എവിടെ കത്തിക്കാനാണ് എന്ന് എനിക്കറിയാം, അത് ഞാൻ പിന്നീട് പറഞ്ഞോളാം എന്നുള്ള രീതിയിൽ ഈ നാടിനെ ഒരു സ്ഫോടക കേന്ദ്രം അങ്ങനെ ആ രീതിയിലേക്ക് ഒരു തീവ്രവാദ ഹബ്ബ് പോലെ ആക്കുന്ന രീതിയിലുള്ള പരാമർശങ്ങൾ PC ജോർജ് തുടർച്ചയായി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ ഈരാറ്റുപേട്ടയിൽ താമസിക്കുന്നത് ഭൂരിഭാഗം മുസ്ലിം ഈ സമുദായത്തിൽപ്പെട്ടവരായതുകൊണ്ട് ഈ നാടിനെ അപമാനിക്കുക, അതുവഴി മുസ്ലിം സമുദായത്തെ അപമാനിക്കുക, അതുകൊണ്ട് തന്നെ ഈ സമുദായത്തോട് മറ്റു മതസ്ഥർക്ക് വിദ്വേഷം ഉണ്ടാക്കുന്ന രീതിയിലുള്ള പരാമർശങ്ങളാണ് PC ജോർജ് തുടർച്ചയായി നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനെതിരെ യൂത്ത് ലീഗ് ഇന്നും പരാതി നൽകിയിട്ടുണ്ട്. PC ജോർജിൻ്റെ മുൻപത്തെ കേസിലെ ജാമ്യം റദ്ദാക്കണമെന്നും ഇന്നലെ നടത്തിയ പരാമർശത്തിൻ്റെ പേരിൽ വീണ്ടും കേസെടുക്കണമെന്നാണ് യൂത്ത് ലീഗ് പാലാ SHO മുമ്പിൽ നൽകുന്ന പരാതിയിൽ പറഞ്ഞിരിക്കുന്നത്. പതിവ് പരാമർശത്തിൽ നിന്ന് കുറച്ച് വ്യത്യാസമുണ്ട്. കണക്കുകളൊക്കെ സൂചിപ്പിച്ചുകൊണ്ടുള്ള ഒരു പരാമർശമാണ് നടത്തിയിരിക്കുന്നത്. 400ഓളം പെൺകുട്ടികൾ ഇങ്ങനെ ലവ് ജിഹാദിലൂടെ പോയി എന്ന് പറയുന്നുണ്ട്. 41 പേര് തിരിച്ചു വന്നു. അങ്ങനെ ഒരു നമ്പർ എടുത്തു പറഞ്ഞുള്ള ഒരു പരാമർശമാണ്. അപ്പോൾ ഈ കണക്കുകൾ അടിസ്ഥാനരഹിതമാണെന്ന് തന്നെയല്ലേ? തീർച്ചയായും അടിസ്ഥാനരഹിതമാണ്. PC ജോർജിനെ ഞങ്ങൾ വെല്ലുവിളിക്കുകയാണ്. PC ജോർജ് 50 പേരുടെ മീനച്ചിൽ താലൂക്കിൽ നിന്ന് പോയ 50 പേരുടെ ലിസ്റ്റ് PC ജോർജ് തരട്ടെ. PC ജോർജിനെ ഞങ്ങൾ വെല്ലുവിളിക്കുകയാണ്. അങ്ങനെ ഒരു കണക്കില്ല. PC ജോർജ് പതിവ് കുറേ നാളുകളായി നടത്തുന്ന ചാനൽ ചർച്ചകളിലെല്ലാം ഇതിനു മുമ്പ് നമ്മൾ കണ്ടിട്ടുണ്ട്. പല സംഭവങ്ങൾ നടക്കുമ്പോഴും അതിപ്രധാനമായ രാഷ്ട്രീയ സംഭവങ്ങളെല്ലാം നടക്കുമ്പോൾ അതിൻ്റെ തെളിവുകൾ എൻ്റെ കയ്യിലുണ്ട്. ഉമ്മൻചാണ്ടിക്കെതിരെ തെളിവുണ്ട്, സരിതയ്ക്കെതിരെ തെളിവുണ്ട്, സരിതയുടെ കത്ത് എൻ്റെ കയ്യിലുണ്ട്. ഇത്തരം വീരവാദങ്ങൾ PC ജോർജ് എപ്പോഴും നടക്കുന്നത്. അത് PC ജോർജിന് സ്ഥിരമായിട്ടുള്ള ഒരു ഇതാണ്. അതല്ല, അതിൽ യാതൊരു അർത്ഥവുമില്ല. PC ജോർജിനെ ഞങ്ങൾ വെല്ലുവിളിക്കുകയാണ്. അങ്ങനെ ഏതെങ്കിലും രീതിയിൽ PC ജോർജിന് തെളിവുണ്ടെങ്കിൽ 50 പേരുടെ പേര് PC ജോർജിന് ധൈര്യമുണ്ടെങ്കിൽ തരട്ടെ എന്ന് യൂത്ത് ലീഗ് വെല്ലുവിളിക്കുകയാണ്. അങ്ങനെ ഒരു കണക്കില്ല, അങ്ങനെ ഒരു സംഭവമില്ല. PC ജോർജ് യാതൊരു അടിസ്ഥാനവുമില്ലാത്ത വാദങ്ങളാണ് കാര്യത്തിൽ നടത്തിയിരിക്കുന്നത്. ഇനി സംഭവമായിട്ട് ബന്ധപ്പെട്ട് എങ്ങനെയാണ് മുന്നോട്ട് പോകാൻ ഉദ്ദേശിക്കുന്നത്? നമ്മൾ ഇപ്പോൾ പാലാ SHO മുമ്പ് കൊടുത്തിട്ടുണ്ട്. നാളെ FIR ഇടുമെന്നാണ് അറിയാൻ സാധിച്ചത്. ഇനി പോലീസിൻ്റെ ഭാഗത്തുനിന്ന് എങ്ങനെയുള്ള കരുതലാണ് നമുക്ക് വരുന്നതെന്നറിയില്ല. അതനുസരിച്ച് നമ്മൾ ഇനി ഏതറ്റം വരെയും ഇനി ഇതുപോലെയുള്ള ഒരു വർഗീയവാദി ആയിട്ടുള്ള ഒരാൾ ഇനി ഇവിടെ ഉണ്ടാകാൻ പാടില്ല. അതിന് ഏതറ്റം വരെ പോകണമെന്ന് ഞങ്ങളും യൂത്ത് ലീഗും മുസ്ലിം ലീഗും പാർട്ടി ആലോചിച്ച് ഇതിന് മുമ്പോട്ട് പോകും. പോലീസിൻ്റെ ഭാഗത്തുനിന്ന് കൃത്യമായ നടപടി ഉണ്ടായില്ല എങ്കിൽ PC ജോർജിൻ്റെ മുൻപിലത്തെ ജാമ്യം റദ്ദാക്കണം എന്നുള്ള ആവശ്യമായി നമ്മൾ കോടതിയെ സമീപിക്കാൻ നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട്. നമ്മൾ വക്കീലുമായിട്ട് സംസാരിച്ചിരുന്നു. ആ രീതിയിൽ മുമ്പോട്ട് പോകാനാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. ആദ്യം പാലാ SHO മുതൽ പരാതി കൊടുക്കാൻ പറഞ്ഞു. ഞങ്ങൾ പരാതി കൊടുത്തിട്ടുണ്ട്. പോലീസിൻ്റെ ഭാഗത്തുനിന്ന് തുടർ നടപടി ഉണ്ടെങ്കിൽ ഞങ്ങൾ കോടതിയെ സമീപിക്കും. ഇതിപ്പോൾ 10 ദിവസം പോലും തികഞ്ഞിട്ടില്ല. 28-ാം തീയതിയാണ് ജാമ്യം കിട്ടിയത്. 10 ദിവസത്തിന് മുമ്പാണ് അടുത്ത പരാമർശം. കർശന ഉപാധികളോടുകൂടിയുള്ള ജാമ്യമായിരുന്നു. അപ്പോൾ ജാമ്യ വ്യവസ്ഥയടക്കം ലംഘിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു രീതിയിലും മുന്നോട്ട് പോവല്ലേ?
തീർച്ചയായും. കാരണം പി സി ജോർജ് ജാമ്യവ്യവസ്ഥ ലംഘിക്കുന്നത് ആദ്യമല്ല. ഇതിനു മുമ്പ് പാലാരിവട്ടം പോലീസ് സ്റ്റേഷനിൽ സമാനമായ വർഗീയ വിദ്വേഷ പരാമർശത്തിൽ ജാമ്യം കിട്ടി 8ാമത്തെ ദിവസം ജാമ്യവ്യവസ്ഥ ലംഘിച്ചയാളാണ് പി സി ജോർജ്. അത് തന്നെയാണ് പി സി ജോർജ് ഇവിടെയും ആവർത്തിക്കുന്നത്. ജാമ്യം കിട്ടി 10 ദിവസം ആകുന്നതിന് മുമ്പ് തന്നെ ആ ജാമ്യവ്യവസ്ഥ ലംഘിച്ചു. അത് ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് പി സി ജോർജിന് ഇവിടുത്തെ നിയമവ്യവസ്ഥയ്ക്ക് പി സി ജോർജ് പുല്ലുവിലയാണ് കൊടുക്കുന്നത്. ഇവിടുത്തെ കോടതികൾ പറയുന്ന കാര്യങ്ങൾ അംഗീകരിക്കാൻ പി സി ജോർജ് തയ്യാറല്ല. ഒരു കോടതിയും എന്നെ ഒരു ചുക്കും ചെയ്യില്ല എന്നുള്ള വെല്ലുവിളിയിലാണ് പി സി ജോർജ് മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്.